ചെറുക്കിന്റെ ഹാപ്പി ബർത്ത്ഡേ അത് കൂടാനും വേണ്ടിട്ട് കൊച്ചിക്ക് പോയി കൊണ്ടിരിക്കാണ് നമ്മൾ. പോണോയ്ക്ക് തൃശ്ശൂർ ഒരു തട്ടുകടയിലാണ് കയറി. നല്ല വെള്ളപ്പം മുയലിറച്ചി, പിന്നെ നല്ല കൂന്തളിട്ട കപ്പ, അത് തിന്നണ ഒരു ടൗസറിട്ട പൊട്ട, മറുഭാഗത്ത് വെള്ളപ്പവും വത്തള് പൊരിച്ചു. നമുക്കിപ്പോ ഇതിലാകെ പറ്റിയത് ഈ മുട്ട കലക്കിയാണ്. ഹാഫ് വേവ് ഇഷ്ടമുള്ള ആൾക്കാർ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കും. പോണോയ്ക്ക് മിന്നു ഡോക്ടറെയാണ് പൊക്കി. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് മെഹർ എന്തോ സർപ്രൈസ് ഒപ്പിച്ചുകൊണ്ടുവന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടിട്ട് ഇത് മെഹറിന്റെ അനിയനാണ്. മെഹറിനെ പോലെയല്ല, നല്ലൊരു ചെക്കൻ. അതിലാണ് മിന്നു ഡോക്ടർ സ്വകാര്യത്തിൽ നമ്മളൊരു കാറിന്റെ മറവിക്കണ് വിളിച്ചു. കജിലൊരു റോസാ പൂ ഉറപ്പിച്ച് ഇന്നെ പ്രപ്പോസ് ചെയ്യാൻ. പിന്നെ അതല്ല പറഞ്ഞത്, അഫീഫിന് 22 വയസ്സായതുകൊണ്ട് 22 പൂ കൊടുക്കാൻ വേണ്ടിട്ട് മേയർ ഏൽപ്പിച്ചാത്ത. അങ്ങനെ മേയർ അതിന്റെ ഉള്ളിൽ വലിച്ചിരുത്തിങ്ങാണ്ട് ചെറുക്കനെ സർപ്രൈസ് ആക്കി. അങ്ങനെ എല്ലാവരും കജ്ജിക്കും ഓരോ റോസാപ്പൂ കൊടുക്കുന്നുണ്ട്. 22 ആൾ തികച്ചില്ല. ആളെ തികക്കാൻ വേണ്ടിട്ട് ആ കടയിലെ 2 ഭായിമാരെ വിളിച്ചു. ഇത് 2 ഭായിമാരിലട്ടോ ഇതിന്റെ ഒപ്പം വന്നോലെ. നമ്മൾ വിചാരം നാളെയാണ് പരിപാടി, നമുക്ക് അറിയില്ല. നമ്മുടെ മേത്ത് കൂടിയാണെങ്കിൽ ആ തട്ടുകടയിൽ നിന്ന് വത്തോളും മീൻചാറൊക്കെ കഴിക്കും. അങ്ങനെ 22 പൂവ് കൊടുത്തുകൊണ്ട് പരിപാടി നമ്മൾ കഴിച്ചു. മേയറുടെ ബർത്ത്ഡേ ആയിട്ട് അനിയന് ഫാനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഇതെന്നാ കൂടിയിരിക്കലോ. ഇതൊന്നും അറിയാതെ ഒരു സ്ത്രീ അതാ ഓളെ ചെക്കനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. യു കണ്ടി ഗിഫ്റ്റ് കിട്ടിയ പരിപ്പ് മുന്തിരിയൊക്കെ ഇവിടെ തന്നെ തീരുമാനാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒപ്പം വന്നവർ തന്നെ മുട്ടായൊക്കെ കീശയിലിട്ട് കൊണ്ടു. ഇനിയുള്ള ചടങ്ങാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ചടങ്ങ്, മെഹറിന്റെ റീൽ എടുക്കൽ. പരിപാടി ഏതുമാകട്ടെ, കല്യാണം, കുട്ടിക്കാണൽ, മുടി കളിച്ച്, എന്തിനേറെ പറയുന്നു മരണ വീട്ടിൽ പോയാൽ പോലും മെഹറിന് അവിടെ റീൽ എടുക്കണം. മരണ വീട്ടിൽ പോയിട്ട് മയ്യത്തെങ്ങാനും റീലിന് സഹകരിച്ചിട്ടില്ലെങ്കിൽ മയ്യത്തിന് അപ്പം അൺഫോളോ അടിച്ചു പോകും. പിന്നെ ഒരു ബന്ധം ഉണ്ടാവും. ഇങ്ങനെ എന്തൊക്കെ വൈബ്. നമ്മളങ്ങനെ മിന്നുന്റെ ഫ്ലാറ്റിൽ പോയി കടന്നിറങ്ങിയാണ് രാവിലെ നീച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ടോപ്പ് മോസ്റ്റ് കളമശ്ശേരിയിലാണ്. നമ്മൾ ടോപ്പ് മോസ്റ്റ് ഉള്ളത്. ഇതിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ബർത്ത്ഡേ പോയി വർക്ക് ചെയ്യുന്ന ഇവിടെ നമ്മൾ കൺസൾട്ട് ചെയ്തത് ഹിമ ഡോക്ടറാണ്. ഇവിടെ നിരവധി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് എക്സസോംസ് എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് GFCന്റെ PRPന്റെ ഒക്കെ പോലെ തന്നെ, പക്ഷെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഞാനിപ്പോ ഇവിടുന്ന് 2ാമത്തെ വട്ടം ചെയ്യുന്നത്. സീരിയസ്ലി എന്റെ മുടി കൊഴിച്ചിലൊക്കെ നല്ല മാറ്റം ഉണ്ട്. ബാക്കി നാളെ